എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് കടക്കാം. ഫെബ്രുവരി 11 കറണ്ട് അഫയേഴ്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡെയിലി കറണ്ട് അഫയേഴ്സ് അങ്ങനെ പഠിച്ചു പോകാൻ ശ്രദ്ധിക്കണം. നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, 2024 ഫ്രാൻസിൽ സ്ഥാപിച്ച എവിടെയാണ് 2024 ഫ്രാൻസിൽ സ്ഥാപിച്ച ഇന്ത്യയുടെ ആദ്യ കൗൺസിലേറ്റ് ജനറൽ എവിടെയാണെന്നാണ് ചോദ്യം. ഇതാണ്, 2024 ഫ്രാൻസിൽ സ്ഥാപിച്ച ഇന്ത്യയുടെ ആദ്യ കൗൺസിലേറ്റ് ജനറൽ എവിടെയാണ്? എന്താണ് ഉത്തരം? മാർസെയിലാണ് ഉത്തരം. എന്താണ് ഈ കൗൺസിലേറ്റ് ജനറൽ എന്ന് പറയുന്നത്? കൗൺസിലേറ്റ് ജനറൽ ഫ്രാൻസിലുള്ള ഇന്ത്യയിലെ ആൾക്കാർക്ക് സേവനങ്ങൾ നൽകുന്ന ഒരു കേന്ദ്രമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. കൗൺസിലേറ്റ് ജനറലായി മാർസെയിൽ പ്രവർത്തിക്കുന്നത് ഫ്രാൻസിലുള്ള ഇന്ത്യയിലെ ആൾക്കാരുണ്ടാവല്ലോ, ഫ്രാൻസിലെ ഇന്ത്യയിലെ ആൾക്കാർക്ക് സേവനങ്ങൾ നൽകുന്ന കേന്ദ്രമായിട്ടാണ് മാർസെയിൽ പ്രവർത്തിക്കുന്നത്. ഈ മാർസെയിലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ക്ലിയർ അല്ലേ? ഇതാണ് ഫ്രാൻസിൽ സ്ഥാപിച്ച ഇന്ത്യയുടെ ആദ്യ കൗൺസിലേറ്റ് ജനറൽ എവിടെയാണ്? മാർസെയിൽ. ഉദ്ഘാടനം നിർവഹിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഫ്രാൻസിലുള്ള ജനങ്ങൾക്ക് സേവനങ്ങൾ നൽകുന്ന ഒരു കേന്ദ്രമായിട്ടാണ് മാർസെയിൽ പ്രവർത്തിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച ആരാണ്? പച്ച മനുഷ്യൻ എന്നറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകൻ ആരാണെന്നാണ് ചോദ്യം. ഇതുപോലുള്ള പരിസ്ഥിതി പ്രവർത്തനങ്ങളുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് വെക്കണം. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച പച്ച മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് കല്ലൂർ ബാലൻ. ആരാണ്? കല്ലൂർ ബാലൻ. ഇദ്ദേഹം അറിയപ്പെടുന്നത് പച്ച മനുഷ്യൻ എന്നാണ്. ഇദ്ദേഹം ഏത് രീതിയിലാണ് പ്രശസ്തനായതെന്ന് ചോദിച്ചാൽ 100 ഏക്കറിലധികം വരുന്ന തരിശു ഭൂമിനെ എന്താക്കി മാറ്റി? കാടാക്കി മാറ്റി പരിസ്ഥിതി സംരക്ഷണത്തിനായി ജീവിതം മാറ്റിവെച്ച വ്യക്തിയാണ് കല്ലൂർ ബാലൻ. ഓർത്ത് വെക്കേണ്ട ഒരു ചോദ്യമാണിത്. 2025 ഫെബ്രുവരിയിലാണ് അന്തരിച്ചത്. ഇദ്ദേഹം അറിയപ്പെടുന്നത് പച്ച മനുഷ്യൻ എന്നാണ്. ഇദ്ദേഹം 100 ഏക്കറിൽ വരുന്ന തരിശു ഭൂമിനെ എന്താക്കി മാറ്റി? കാടാക്കി മാറ്റിയ വ്യക്തിയാണ് കല്ലൂർ ബാലൻ. അടുത്ത ചോദ്യം, സ്പോർട്സ് എക്സ്പേർട്ട് അഡ്വൈസറി കമ്മിറ്റിയിൽ അംഗമായ മലയാളി ആരാണ്? ഏതിലാണ്? സ്പോർട്സ് എക്സ്പേർട്ട് അഡ്വൈസറി കമ്മിറ്റി, ഇന്റർനാഷണൽ ലെവലിൽ വരുന്ന സ്പോർട്സ് എക്സ്പേർട്ട് അഡ്വൈസറി കമ്മിറ്റിയിൽ അംഗമായ മലയാളി. ഇങ്ങനെ അംഗങ്ങളും ഓരോ പ്രസിഡന്റും അങ്ങനെയൊക്കെ ആവുന്ന മലയാളികളുടെ പേരുകൾ എപ്പോഴും നോട്ട് ചെയ്ത് വെക്കണം. മലയാളികളെ PSCയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട താരങ്ങളാണ് സ്പോർട്സിലെയും മറ്റും മലയാളികളുടെ ഈ ഒരു അംഗങ്ങളൊക്കെ വരുന്നത്. നമ്മുടെ സ്പോർട്സ് എക്സ്പേർട്ട് അഡ്വൈസറി കമ്മിറ്റിയിൽ അംഗമാരാണ്? ഷൈനി വിൽസൺ. ഓർത്ത് വെക്കേണ്ട ചോദ്യമാണിത്, ഷൈനി വിൽസൺ. അടുത്ത ചോദ്യം, അതിഥി തൊഴിലാളികൾക്ക് സുരക്ഷാ ബോധവൽക്കരണം നൽകുന്നതിനായി അഗ്നിരക്ഷാസേന തയ്യാറാക്കിയ പദ്ധതിയുടെ പേര്? ആർക്കാണ്? അതിഥി തൊഴിലാളികൾക്കാണ് എന്താണ് നൽകിയത്? സുരക്ഷാ ബോധവൽക്കരണം നൽകുന്നതിനായി. ആരാണ് ഈ പദ്ധതി തയ്യാറാക്കിയത്? അഗ്നിരക്ഷാസേന തയ്യാറാക്കിയ പദ്ധതിയുടെ പേരാണ് മിലാപ്പ്. ഇങ്ങനെയുള്ള പദ്ധതികളുടെ പേരൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. അഗ്നിരക്ഷാസേനയാണ് അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി സുരക്ഷാ ബോധവൽക്കരണം നൽകുന്നതിനായി ആരംഭിച്ച പദ്ധതി. ഇത് മറ്റൊരു രീതിയിലും അറിയപ്പെടുന്നുണ്ട്, മൈഗ്രന്റ് ലേബേഴ്സ് അവയർനെസ് പ്രോഗ്രാം. എന്താണ്? മൈഗ്രന്റ് ലേബേഴ്സ് അവയർനെസ് പ്രോഗ്രാം എന്നും മിലാപ്പ് അറിയപ്പെടുന്നുണ്ട്. അടുത്ത ചോദ്യം, നിശാഗന്ധി പുരസ്കാരം. നിശാഗന്ധി പുരസ്കാരം എന്തിനാണ് നിശാഗന്ധി പുരസ്കാരം നൽകുന്നത്? കഥക് കലാകാരന്മാർക്ക് നൽകുന്ന പുരസ്കാരമാണ് നിശാഗന്ധി പുരസ്കാരം. ഈ വർഷത്തെയല്ല, 2024 നിശാഗന്ധി പുരസ്കാരത്തിന് അർഹനായത് ആരാണെന്നാണ് ചോദ്യം. 2024 നിശാഗന്ധി പുരസ്കാരത്തിന് അർഹനായ കഥക് കലാകാരനാണ് പണ്ഡിറ്റ് രാജേന്ദ്ര ഗഗാനി. ആരാണ്? പണ്ഡിറ്റ് രാജേന്ദ്ര ഗഗാനി. ഇതും ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആയതാണ്. എല്ലാം ഓർത്ത് വെക്കേണ്ടതാണ്, എന്നാൽ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങൾ. അടുത്തത്, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരിലെ സ്ത്രീകളിൽ നിന്നും തിരഞ്ഞെടുത്ത രാജ്യത്തെ ആദ്യ പെൺ സ്കൂബ സംഘത്തിൻ്റെ പേര്? എവിടെ നിന്നാണ് തിരഞ്ഞെടുത്തത്? ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരിൽ നിന്നും. ഓഫീസർമാരിലെ ആരെയാണ്? സ്ത്രീകളെയാണ് തിരഞ്ഞെടുത്തത്. തിരഞ്ഞെടുത്ത രാജ്യത്തെ ആദ്യ പെൺ സ്കൂബ സംഘത്തിൻ്റെ പേരാണ് ഗാർനെറ്റ്. ഓർത്ത് വെക്കണം, ഗാർനെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തെ ഏറ്റവും ഉയർന്ന തുകയ്ക്ക് വിറ്റ പശുവിൻ്റെ പേരെന്ത്? വിലയെന്ത്? ലോകത്തെ ഏറ്റവും ഉയർന്ന തുകയ്ക്ക് ലേലത്തിലൂടെ വിറ്റ പശുവാണ് വിയറ്റ്ന. എന്താണ് പശു? വിയറ്റ്ന പശുവിനാണ് 40 കോടി രൂപയ്ക്ക് ലേലത്തുകയായി. ബ്രസീലിൽ നടന്ന ലേലത്തിലാണ് വിറ്റത്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന തുകയ്ക്ക് വിറ്റ പശുവാണ് വിയറ്റ്ന, 40 കോടി രൂപ. ഏത് ഇനത്തിൽപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ നെല്ലൂർ ഇനത്തിൽപ്പെട്ട പശുവാണ് വിയറ്റ്ന. എവിടെയാണ്? ബ്രസീലിൽ വെച്ചിട്ടുള്ള ലേലത്തിലാണ് 40 കോടി രൂപയ്ക്ക് വിയറ്റ്നാനെ വിറ്റത്. അടുത്ത ചോദ്യം, വി ടി ഭട്ടതിരിപ്പാട് പുരസ്കാരത്തിന് അർഹനായത്?
ഇങ്ങനെ പുരസ്കാരങ്ങളൊക്കെ ഓർത്ത് വെക്കണം. VT ഭട്ടതിരിപ്പാട് പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? നിലമ്പൂർ ആയിഷ. ഈ വർഷത്തെ VT ഭട്ടതിരിപ്പാട് പുരസ്കാരത്തിന് അർഹനായത് നിലമ്പൂർ ആയിഷ. അടുത്ത ചോദ്യം, ദേശീയ ഗെയിംസിൽ ഡെക്കാത്തലണിൽ സ്വർണം ലഭിച്ച മലയാളി താരം ആരാണ്? മലയാളി താരമാണ്, അതുകൊണ്ട് നിർബന്ധമായും ഓർത്ത് വെക്കണം. ആരാണ്? N തൗഫീഖ്. ദേശീയ ഗെയിംസിൽ ഡെക്കാത്തലണിൽ സ്വർണം ലഭിച്ച മലയാളി താരമാണ് N തൗഫീഖ്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ദേശീയ ഗെയിംസ്, അതുപോലെ കഴിഞ്ഞ ഒളിമ്പിക്സ്, ഇതുപോലെയുള്ള മലയാളികളുടെ പേരും മലയാളികൾക്ക് ലഭിച്ച ഓരോ ഐറ്റത്തിനും ലഭിച്ച എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവരുടെ ഐറ്റം ഏതാണ്, ഏത് മെഡലാണ് നേടിയത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഓർത്ത് വെക്കണം. ഇതൊക്കെ PSCയുടെ സ്ഥിരം ചോദ്യമാണ് സ്പോർട്സ് തലത്തിൽ വരുന്നത്. അടുത്ത ചോദ്യം, അപൂർവ ഗ്രൂപ്പ് രക്തദാനം ചെയ്യാൻ സന്നദ്ധരായവരുടെ രജിസ്ട്രി തയ്യാറാക്കിയത് ആരാണ്? എന്താണ്? അപൂർവ ഗ്രൂപ്പായി രക്തമുള്ള അപൂർവ ഗ്രൂപ്പ് ഇനത്തിൽപ്പെട്ട ആൾക്കാരുടെ രജിസ്ട്രി തയ്യാറാക്കിയത് കേരളമാണ് തയ്യാറാക്കിയത്. അപൂർവ ഗ്രൂപ്പ് രക്തദാനം ചെയ്യാൻ സന്നദ്ധരായവരുടെ രജിസ്ട്രി തയ്യാറാക്കിയത് കേരളം. അടുത്ത ചോദ്യം, റൊണാൾഡ് ട്രംപ് സ്ഥാനമേറ്റതോടെ നിർത്തലാക്കിയ ഇന്ത്യയിൽ 582 ജില്ലകളിലായി 41 പദ്ധതികൾക്ക് ലഭിച്ചിരുന്ന ധനസഹായം ഏതാണ്? USAID. ഇപ്പോൾ കറൻലി നടന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ നോട്ട് ചെയ്ത് തന്നെ പഠിക്കണം. എന്താണ്? റൊണാൾഡ് ട്രംപ് സ്ഥാനമേറ്റതോടെ ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ധനസഹായമായിരുന്നു USന്റെ 552 ജില്ലകളിലായി 41 പദ്ധതികൾക്ക് ലഭിച്ച ധനസഹായമാണ് USAID. എന്താണ്? റൊണാൾഡ് ട്രംപ് നിർത്തലാക്കി. USAIDന്റെ ഫുൾ ഫോം US ഏജൻസി ഓഫ് ഇന്റർനാഷണൽ ഡെവലപ്മെന്റ്. അടുത്ത ചോദ്യം, മത്സരത്തിനിടെ പരുക്കേറ്റ് മരണത്തിന് കീഴടങ്ങിയ അയർലൻഡ് ബോക്സർ ആരാണ്? മത്സരത്തിനിടെ പരിക്കേറ്റ് മരണത്തിന് കീഴടങ്ങിയ അയർലൻഡ് ബോക്സറാണ് ജോൺ കൂണി. മത്സരത്തിനിടെ അയർലൻഡ് ബോക്സറായ ജോൺ കൂണിയാണ് പരിക്കേറ്റ് മരണത്തിന് കീഴടങ്ങിയത്. അടുത്ത ചോദ്യം, എത്രാമത്തെ ചെറുകോൽപ്പുഴ ഹിന്ദു സമ്മേളനം? ഓർത്ത് വെക്കണം. ഹിന്ദു സമ്മേളനമാണ് ചെറുകോൽപ്പുഴ ഹിന്ദു സമ്മേളനം. ഈ വർഷത്തെ എത്രാമത്തെ സമ്മേളനമാണ് നടന്നതെന്ന് ചോദിച്ചാൽ എത്രാമതാണ്? 113. നോക്കി വെക്കണം. ചെറുകോൽപ്പുഴ സമ്മേളനം ഹിന്ദു സമ്മേളനം 113ാമതാണ് ഈ വർഷം നടന്നത്. ഈ വർഷം നടക്കുന്ന കുംഭമേള, ഇതുപോലുള്ള ആഘോഷങ്ങളും ഉത്സവങ്ങളും ഒക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതി തന്നെ പഠിക്കണം.